ഇനി മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ പാണക്കാട് ഇന്ന് അനൌദ്യോഗിക ചർച്ചകൾ നടക്കുകയാണ്. നേതാക്കൾ ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ധരിപ്പിക്കും. നാളെയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സീറ്റ് ആവശ്യവുമായി യൂത്ത് ലീഗും രംഗത്തുണ്ട്. പാർലമെന്റ് സീറ്റോ രാജ്യസഭാ സീറ്റോ നൽകണമെന്നതാണ് ആവശ്യം. ലീഗ് സംസ്ഥാന നേതൃത്വവുമായി യൂത്ത് ലീഗ് ചർച്ച നടത്തി. സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസിനെ പരിഗണിക്കണമെന്ന ആവശ്യമുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, രാജ്യസഭാ സീറ്റ് എന്ന് അത് നൽകിക്കൊണ്ട് ലീഗിന്റെ ഈ മൂന്നാം സീറ്റ് ആവശ്യത്തെ തൽക്കാലം ശമിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളത്, UDF ക്യാമ്പിനുള്ളത്. അങ്ങനെ തന്നെ കാര്യങ്ങൾ പോകാനല്ലേ സാധ്യത? എപ്പോഴാണ് ഈ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടാവുക? യോഗം എപ്പോഴാണ്? ഗോപി, സ്വാഭാവികമായും ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഈ ഒരു ഫോർമുല മുസ്ലിം ലീഗ് അംഗീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ പ്രാഥമിക ചർച്ചകളൊക്കെ തന്നെ നടന്നു. രാജ്യസഭാ സീറ്റ് അംഗീകരിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയിരിക്കുകയാണ്. എന്നാൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ വിദേശത്തായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങളെ ധരിപ്പിക്കാൻ ലീഗ് നേതൃത്വത്തിനായിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾ ഇന്നലെ രാത്രിയാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പാണക്കാടെത്തി വിശദമായ ഈ ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ സാദിഖ് അലി തങ്ങളെ ധരിപ്പിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ MP പാണക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും PMA സലമും അടക്കമുള്ള നേതാക്കൾ പാണക്കാടെത്തും. പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി ഒരു ചർച്ചകൾ നടക്കും. ഈ ഉഭയകക്ഷി ചർച്ചയിലുണ്ടായ ലീഗ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളും കോൺഗ്രസ് മുന്നോട്ട് വെച്ച രാജ്യസഭാ അംഗത്വം എന്നുള്ള അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നുള്ള ഈ ഒരു ഫോർമുലയും നേതാക്കൾ തങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. തുടർന്ന് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ചേരുന്ന മുസ്ലിം ലീഗിന്റെ നേതൃയോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. അന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ MP ആയിരിക്കും മത്സരിക്കുക. അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ നിലവിലെ മലപ്പുറം MP ആയിരുന്ന അബ്ദുൾ സമദ് സമദാനിയെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. പക്ഷേ രാജ്യസഭാ സീറ്റിലേക്ക് ഒരു പക്ഷേ സമദാനിയെ മത്സരിപ്പിച്ച് പൊന്നാനിയിൽ ഒരു യുവാക്കളെ പരിഗണിക്കണമെന്നുള്ള ആവശ്യവും നിലവിൽ പാർട്ടിയിൽ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് ലീഗ് ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വവുമായി ചർച്ച ഇന്നലെ തന്നെ നടത്തിയിരുന്നു. അവർ പ്രധാനപ്പെട്ട ആവശ്യപ്പെടുന്നത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ടുള്ള PK ഫിറോസിനെ പരിഗണിക്കണമെന്നുള്ളതാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ച ആവശ്യം. അത് ചൂണ്ടിക്കാട്ടി ഇന്ന് വീണ്ടും നേതാക്കൾ ഈ പാണക്കാടെത്തി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ നിലവിലത്തെ സിറ്റിംഗ് എപ്പിമാരോ സീറ്റ് വെച്ച് മാറി മത്സരിക്കുന്നില്ലെങ്കിൽ പകരം സമദാനി രാജ്യസഭയിലേക്ക് അയക്കുകയാണെങ്കിൽ പൊന്നാനിയിൽ KM ഷാജി പരിഗണിക്കണമെന്നുള്ള ആവശ്യവും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഒരു കാര്യം മാത്രമാണ് ലീഗിൽ ഉറപ്പായിട്ടിരിക്കുന്നത്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ MP മത്സരിക്കും. പൊന്നാനിയുടെ കാര്യത്തിലും രാജ്യസഭ മത്സരിക്കുന്ന കാര്യത്തിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ലീഗിന് എത്തേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ നാളെ വിശദമായി ചർച്ച ചെയ്യും. ഇന്ന് നേതാക്കൾ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ മാത്രമാണ് വ്യക്തത ഉണ്ടായിട്ടുള്ളത്. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗികമായ നിലപാട് എന്താണ് എന്ന് ഇന്നിപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടി എത്തിയ ശേഷം നടക്കുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതിനുശേഷമാണ് അതറിയാൻ കഴിയുക. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധി മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.